ഒമാൻ എന്ന് പറഞ്ഞാൽ ഒമാനിലൊന്നുമില്ല. ഒമാനിൽ റോഡ് മാത്രമേ ഉള്ളൂ. ഒമാനെ സംബന്ധിച്ചോളം ചൈനയ്ക്കാണ് ജാസ്തി. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ പഠിക്കണം എന്നുള്ളത്. അത് അങ്ങനെ സാധിച്ചു. ഞാൻ സെറ്റിൽ ഇവിടെ സെറ്റിൽ. കാരണം എനിക്ക് നാട്ടിൽ ചെയ്യാനില്ല. കുറേ സാധനങ്ങൾ വാരി കെട്ടിക്കൊണ്ട് പോകും ഇവിടുന്ന്. എല്ലാവരും കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും നാട്ടിൽ. അതൊക്കെ ഒരു കാലമായിരുന്നു. അതെല്ലാം ഇവിടെ വന്നാലും സമ്പാദിക്കാൻ പറ്റി. നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റില്ല. ഒരിക്കലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പോവില്ല. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. മറക്കില്ല ഞാൻ ഈ പ്രവാസം. നമസ്കാരം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. പ്രവാസത്തിന്റെ കഷ്ടതകൾ അധികം അനുഭവിക്കാതെ പ്രവാസ ജീവിതം നയിച്ച ഒരു മലയാളിയാണ് പാലക്കാട് സ്വദേശിയായ ശ്രീ നന്ദകുമാർ. അദ്ദേഹം ഇന്ന് സൺറൈസ് ഫിഷറീസ് എന്ന സ്ഥാപനം നടത്തുകയാണ് ഒമാനിൽ. 41 വർഷത്തെ അനുഭവ സമ്പത്ത് ഒമാനിലുണ്ട്. പ്രവാസത്തിന്റെ കഷ്ടതകൾ അനുഭവിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും പ്രവാസ ജീവിതത്തിൽ വിജയിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം നമ്മോട് പറയുന്നു. മറക്കില്ല ഞാൻ ഈ പ്രവാസം. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എൻ്റെ പേര് നന്ദകുമാർ എന്നാണ്. എൻ്റെ സ്വദേശം പാലക്കാട്. പാലക്കാട് ഒരു ചെറിയ ഗ്രാമമാണ് ആലത്തൂർ. ആലത്തൂർ അതിൻ്റെ ഉള്ളൊരു ഗ്രാമമാണ് കട്ടുശ്ശേരി. അങ്ങനെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. പഠിപ്പെല്ലാം ആലത്തൂർ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ BFSC ആണ് എടുത്തത്. BFSC ഞാൻ ചെയ്തത് മാൽപ്പയിലായിരുന്നു, ബാംഗ്ലൂർ കോളേജിൽ. അത് കഴിഞ്ഞ എനിക്ക് ജോലി കിട്ടി. ഞാൻ വാസ് വർക്കിംഗ് ഫോർ വോൾട്ടാസ് ലിമിറ്റഡ് കമ്പനി ഇൻ ബോംബെ. 79 ഞാൻ ബോംബെയിൽ വന്നു. 5 കൊല്ലം ഞാൻ ബോംബെയിൽ ജോലി ചെയ്തു. അവിടെ നിന്നാണ് 1984 ഞാൻ ഒമാനിലേക്ക് പ്രവാസ ജീവിതം നയിക്കാൻ വന്നത്. അന്ന് സമയത്ത് ഒമാൻ എന്ന് പറഞ്ഞാൽ ഒമാനിലൊന്നുമില്ല. ഒമാനിൽ റോഡ് മാത്രമേ ഉള്ളൂ. ഒറ്റ റോഡ്, സിംഗിൾ റോഡാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വെച്ചാൽ മിക്കവാറും സമയത്ത് ബ്ലോക്ക് ആയിരിക്കും. കാരണം അങ്ങോട്ട് അന്ന് ചെറിയൊരു രാഷ്ട്രമായിരുന്നു. പോപ്പുലേഷൻ വളരെ കമ്മിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ വളരെ വളർന്നു. ഒമാൻ പറഞ്ഞിട്ട് വെച്ചാൽ യു ഗെറ്റ് എവറിത്തിങ്. ഒമാനില്ലാത്ത ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അവിടെ. ഞാൻ വന്നു, എനിക്ക് ജോലിയുണ്ട്. ഒരു ഇൻട്രപ്ഷൻ ഉണ്ടായിട്ടില്ല ജോലിയിൽ. ജോലി ചെയ്ത് പോയി. കത്തുകളൊക്കെ എല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ അങ്ങനെയായി ഇങ്ങനെയായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്ത്. അന്ന് നമ്മൾ തിരിഞ്ഞു ഞാൻ നോക്കിയിട്ടില്ല. കാരണം നമുക്ക് ജോലി വേണം. നാട്ടിൽ പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലങ്ങൾ നാട്ടിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. നമുക്ക് ഇന്ന് കണ്ടമാനം ഓപ്പർച്യൂണിറ്റികളുണ്ട് നാട്ടിൽ. അന്ന് ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ സ്റ്റക്കായി പോകണം. നമ്മൾ തിരിച്ചു പോയി എന്ത് ചെയ്യുന്നുള്ള ആ ചോദ്യങ്ങൾ വരും. 84 വന്നു. ഇവിടെ 86 നാട്ടിൽ പോയത്. 2 കൊല്ലം കഴിഞ്ഞ നാട്ടിൽ പോയത്. 2 കൊല്ലം ഇവിടെ തന്നെ ആയിരുന്നു. അവിടെ പോയില്ല. 86 നാട്ടിൽ പോന്നു. അതൊരു സുഖമായി പോക്കണം. കാരണം ഗൾഫിൽ വന്ന് പോകുന്നതല്ലേ. കുറേ സാധനങ്ങൾ വാരി കെട്ടിക്കൊണ്ട് പോകും ഇവിടുന്ന്. എല്ലാവരും കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും നാട്ടിൽ. അതൊക്കെ ഒരു കാലമായിരുന്നു. 86 കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞു. 2 കുട്ടികളുണ്ട്. മക്കളുണ്ടാളും UK മോളുടെ പേര് റിനു എന്നാണ്. അവൾ കല്യാണം കഴിച്ചു. 2 കുട്ടികളുണ്ട്. സോ ദേ ആർ സെറ്റിൽഡ് ഇൻ UK. എല്ലാ UK നാഷണലാണ്. മോൻ പേര് മനു. അവൻ മാഞ്ചസ്റ്ററിലാണ്. അവൻ അവിടെ ആമസോണിൽ വർക്ക് ചെയ്യുന്നു. സോ ഇപ്പം 3 കൊല്ലമായി അവൻ്റെ കല്യാണം കഴിഞ്ഞു. 2 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. സോ ദേ ആർ ഹാപ്പി. ഇവിടെ ഞാനും എൻ്റെ വൈഫും കൂടിയിട്ട് ഇവിടെ ഒമാനിൽ ജീവിക്കുന്നു. എൻ്റെ വൈഫിൻ്റെ പേര് രാജി. എൻ്റെ അച്ഛൻ്റെ പേര് പത്മനാഭൻ നായർ. അമ്മയുടെ പേര് ലീലാവതി അമ്മ. അച്ഛൻ ഹൈദരാബാദിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. വർക്കിംഗ് ഫോർ ചാർമിനാർ. മദർ വാസ് ഹൗസ് വൈഫ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. അന്ന് ഈ ഫുഡ് ശരിക്കും വളർന്നു വരുന്ന സമയമായിരുന്നു. ബിസിനസ് ആ സമയത്ത് ആൾക്കാരെ നോക്കി നടക്കുകയായിരുന്നു. ഈ ടെക്നോളജിസ്റ്റിനെ നോക്കി നടക്കുകയായിരുന്നു. അന്നങ്ങനെ ഒരു പ്രയാസമില്ലാതെ ജോലി കിട്ടി. അതിൽ നിന്ന് പിന്നെ അങ്ങനെ വന്ന് പിന്നെ സീ ഫുഡിൻ്റെ എൻ്റെ ഒരു ഭാഗമായി മാറി. അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ 84 I came to ഒമാൻ. ഇപ്പം ഞാൻ 2014 വരെ ഞാൻ ഒമാൻ ഫിഷറീസ് എന്നുള്ള സെമി ഗവൺമെൻറ് കമ്പനിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2014 ഞാനും എൻ്റെ ഒരു ജനറൽ മാനേജറായിരുന്ന ഒരു ഒമാനിയും കൂടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സൺറൈസ് ഫിഷറീസ് കമ്പനി. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ട്രേഡിങ് കമ്പനിയായിരുന്നു. ഞങ്ങൾ മീൻ അവിടുന്ന് സീ ഫുഡെല്ലാം എല്ലാ കമ്പനികളിലും മേടിച്ച് വിൽക്കുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് 4 ഫാക്ടറി ഉണ്ട്. ഓർ 1 ഫാക്ടറി.
and they are in different locations. One in Sur, one in Masira, one in Jalan, and one in Matraka. So ഇതാണ് ലൊക്കേഷൻ. ഇതെല്ലാം സീ ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ്. അവിടെ മീൻ ഞങ്ങൾ ഫിഷർമാരുടെ മീൻ മേടിച്ച് പ്രോസസ്സ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ് ഉള്ളത്. സീ ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ ഫിഷർമാരൊക്കെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പഠിപ്പിക്കണം, ഓക്കെ ഇന്ന വാല്യൂ ഉണ്ട്, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് അവർ ഫിഷ് ചെയ്യുന്നത് ഇവിടെ. അത് ഫിഷർമാരുടെ കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തന്നെ റവന്യൂ കിട്ടുന്നതനുസരിച്ചിട്ട് അവർ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നല്ല പ്രൈസിൽ വിൽക്കാൻ നോക്കുന്നു. അപ്പോൾ ആ പ്രൈസ് അവർ വിൽ പാസ് ഇറ്റ് ടു ദ ഫിഷർമാൻ. സോ ദേ ആർ ഹാപ്പി. അപ്പോൾ എന്താ വെച്ചാൽ അവർ മീൻ പിടിച്ചാൽ നമുക്ക് മീനുള്ളൂ, അത് പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മീനില്ല. അപ്പോൾ അത് അവരെ നമ്മളെന്താ വെച്ചാൽ എൻകറേജ് ചെയ്യുക. നമ്മൾ ബെറ്റർ പ്രൈസ് ഓഫർ ചെയ്തിട്ട് എൻകറേജ് ചെയ്യാൻ പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ പിടിക്കുന്നു. നല്ല ക്വാണ്ടിറ്റി നമുക്ക് ഫാക്ടറി കിട്ടും. ഒമാനെ സംബന്ധിച്ചോളം ചൈനയ്ക്കാണ് ജാസ്തി മീൻ അയക്കുന്നത്. ചൈന എല്ലാം ഓൾ ഓവർ ദ വേൾഡ്. ഇവൻ ഇന്ത്യക്ക് മീൻ അയക്കുന്നുണ്ടായിരുന്നു, മത്തി അയക്കുന്നുണ്ടായിരുന്നു ഇന്ത്യക്ക്. ഇന്ത്യയിൽ 3 കൊല്ലം മുമ്പ് കുറേ മത്തി ഇവിടുന്ന് പോയിട്ടുണ്ട്. ഞാൻ അയച്ചിട്ടുണ്ട് ഇന്ത്യക്ക് മത്തി, അവിടെ വിറ്റിട്ടുണ്ട്. അത് ഒമാനെ സംബന്ധിച്ചോളം വെൽക്കം ചെയ്യുന്നത് തന്നെയാണ്. കാരണം എന്ത് ബിസിനസ് ചെയ്യാൻ അവർ സഹായിക്കുന്നുണ്ട് ഗവൺമെൻറ്. അത് നല്ലൊരു ഇതാണ്. കാരണം പഴയ മാതിരി ഒന്നുമില്ല. ഡേ ബൈ ഡേ ലോട്ട് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇൻ ഒമാൻ. അപ്പോൾ ആൾക്കാരെ അവർ ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, ബിസിനസ്സുകാർ. കാരണം അവർ ഒമാനും നോക്കുന്നത് ബിസിനസ് വളരുന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇവിടെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് ഇവിടെ എന്തുകൊണ്ട് ഇത്രയും കാലം ഇവിടെ നിന്ന് പോയി എന്നുവെച്ചാൽ നമ്മുടെ ഒരു കമ്പനിയോടുള്ള ആ കൂറും കമ്പനിയോടുള്ള ഒരു എന്താ പറയുക, അവരുടെ എന്താ പറയുക, അതിന് നമ്മൾ അത്രത്തോളം ആ കമ്പനിയെ സ്നേഹിച്ച് പോയിട്ടുള്ള ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ ഒമാൻ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മാർക്കറ്റിങ്ങിലായിരുന്നു. അന്ന് എൻ്റെ ചെയർമാൻ എന്നെ വിളിച്ച് പറഞ്ഞു, കാരണം അന്ന് കടമാൻ്റെ സ്റ്റോക്ക് എല്ലാം ഉണ്ട് അവിടെ. അന്ന് ഇയർ എൻഡിങ് ടൈമായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു, യു മസ്റ്റ് സെൽ 2000 ടൺ ദിസ് മന്ത് എന്ന് പറഞ്ഞിട്ട്. സോ യു വിൽ ഗെറ്റ് 4 month ബോണസ്. അതെനിക്ക് ചലഞ്ചായിരുന്നു. ആ മാസം ഞാൻ 2000 ടണ്ണിന് മുകളിൽ ഞാൻ വിറ്റു. ഐ ഗോട്ട് 4 month ബോണസ് എന്നുള്ളത് ആ സമയത്ത്. അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ സാധിക്കുന്നുള്ളത് വേറൊന്നുമല്ല. നമുക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്ത കാര്യം ഒന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിക്കണം, വിചാരിച്ചാൽ സാധിക്കും. പിന്നെ ഒരു പുഷും വേണം. ഒരാൾ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ നോക്കാം, അല്ലെങ്കിൽ ചോദിക്കാം. ഒരാൾ ഒരു ചലഞ്ച് തരുന്ന സമയത്ത് ആ ചലഞ്ച് എടുക്കാനുള്ള ഒരു കഴിവ് ഇട്ടിച്ചാലിട്ടല്ലോ, ദാറ്റ് ഈസ് യുവർ സക്സസ്. ഒന്നാമത്തത് യു ഷുഡ് ബി സിൻസിയർ ഇൻ യുവർ വർക്ക്. സിൻസിയർ ആയിരിക്കണം. ഇവിടെ കണ്ടുപോകാൻ ആൾക്കാർ അങ്ങനെ നടന്നിട്ടുണ്ട്, സിൻസിയർ അല്ലാതെ പോയിട്ടുണ്ടാവും. അതായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. ഒന്നും അറിയില്ല പറ്റും എന്താണെന്നുള്ളത്. പക്ഷേ യു ഷുഡ് ബി സിൻസിയർ ഇൻ യുവർ വർക്ക്. നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടില്ല പറയാൻ പറ്റില്ല. സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഇതിലെത്തുന്നത്. ആരും സ്ട്രഗിൾ ചെയ്യാതെ ഒരു സ്ഥലത്ത് ഒരു ഇതൊന്നും എത്തില്ല. അപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ജോലി സമയത്ത് നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓക്കെ, ജോലി ഉണ്ടായിരുന്നുള്ള സന്തോഷം മാത്രമാണ്. ചില ആൾക്കാർ ജോലി ഇല്ല എന്നുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നമുക്ക് ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിൽ ഓഫ് കോഴ്സ് യു വിൽ സ്ട്രഗിൾ വർക്ക്. എൻ്റെ മക്കളുടെ എഡ്യൂക്കേഷൻ നന്നായി നടത്താൻ പറ്റി. അവരെല്ലാം വെളിയിൽ പഠിച്ച ഇവിടുന്ന് എഡ്യൂക്കേഷൻ നേരെ അവർ വെളിയിൽ പോയിട്ട് പഠിച്ച ആൾക്കാരാണ്. US ലും UK ലും പോയി പഠിച്ചത്. ഓഫ് ഞാൻ നാട്ടിൽ നല്ലൊരു വീട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതിൽ. പിന്നെ എനിക്ക് വേറെ 1-2 സ്ഥലങ്ങളുണ്ട് നാട്ടിൽ. അതെല്ലാം ഇവിടെ വന്നാലും സമ്പാദിക്കാൻ പറ്റി. നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റില്ല. ഒരിക്കലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പോവില്ല. അതാണ് ഇവിടെ സിറ്റുവേഷൻ. എന്തെങ്കിലും കാരണങ്ങൾ വേണം തിരിച്ചു പോകണമെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പോലും നമ്മുടെ ജോലി കിട്ടിച്ചാൽ നമ്മൾ ജോലി നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ തിരിഞ്ഞു നോക്കാനുള്ളൊരു ഉണ്ടായിട്ടില്ല. കാരണം അന്ന് ഞാൻ പറഞ്ഞു, അന്ന് ഇതൊക്കെ ജോലി നാട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ്. അപ്പോൾ ആരും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ര വേഗം തിരിച്ചു പോകാൻ നോക്കില്ല. ഇവിടെ മിക്കവാറും ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് വെച്ചാൽ 30-40 കൊല്ലം വർക്ക് ചെയ്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത് മിക്കവാറും. ഓഫ് കോഴ്സ് ഇപ്പോൾ പിന്നെ കുറേ ആൾക്കാർ തിരിച്ചു പോയി, പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ സെറ്റിൽ ഇവിടെ സെറ്റിൽ, കാരണം എനിക്ക് നാട്ടിൽ പോയി ചെയ്യാനില്ല. എനിക്ക് നാട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കാലശേഷം പിന്നെ അമ്മയ്ക്ക് 90 വയസ്സായി. നമ്മുടെ കാലശേഷം പിന്നെ ഞാൻ നാട്ടിൽ പോയി ചെയ്യാനില്ല. പിന്നെ പെങ്ങന്മാർ അവർ ജീവിച്ച് പോകുന്നതോടെ ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാണ്? അവിടെ എൻ്റെ മക്കളെല്ലാം ഒരു സ്ഥലങ്ങളിൽ, ഞാൻ എൻ്റെ വൈഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാൻ അവിടെ ജീവിക്കുകയോ ഇവിടെ ജീവിക്കുകയോ അത് എൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മൾ വില്ലേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്.
നമുക്ക് കണ്ടമാനം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ പണ്ട് വേറൊരു ഇതില്ല, കാരണം ടെലിഫോണോ അല്ലെങ്കിൽ ഇന്നത്തെ മാതിരിയുള്ള മൊബൈലോ ഒന്നുമില്ല ആരുടെ കയ്യിൽ. നമ്മളത് ഈവനിങ് ആയി കഴിഞ്ഞാൽ എല്ലാം കൂടെ ചേരും, കളിക്കും. അങ്ങനെയൊക്കെ വളർന്നിട്ട് കുട്ടികളാണ് ഞങ്ങളൊക്കെ, വളർന്ന് വന്നവരാണ്. ആ സൗഹൃദങ്ങൾ ഇന്നും ഉണ്ട്. ഇന്ന് നാട്ടിലുള്ള ആൾക്കാർ നാട്ടിൽ ജീവിച്ചു പോകുന്നുണ്ട്. ഇന്നും ഉണ്ട് സൗഹൃദങ്ങൾ. ഇന്ന് അവർ കണ്ടാൽ നല്ല ഇത് തന്നെ. കാരണം നമുക്ക് സന്തോഷമുണ്ട് അന്നൊക്കെ അവരെ കാണുന്ന സമയത്ത്. കാരണം അന്നൊക്കെ കളിച്ച് നടന്നിട്ടുള്ള സന്തോഷങ്ങളുണ്ടല്ലോ, ഇന്നവരെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ഞാനൊക്കെ നാട്ടിൽ പോണത്, മിക്കവാറും നാട്ടിൽ പോകുന്നത് ഞങ്ങളുടെ വേല, പൂരം എന്നൊക്കെ പറയുന്നത് മറ്റു വേല, ആ സമയത്താണ് നാട്ടിൽ പോകുക. അന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാവും. ഞങ്ങളുടെ കാട്ടുശ്ശേരി, പുതിയകം കാട്ടുശ്ശേരി പുതിയകം. അപ്പോൾ അവിടെ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ വെച്ചാൽ എല്ലാവരെയും കാണാൻ പറ്റും, എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു മീറ്റ് ചെയ്യുന്ന ആ സമയമാണ് ആ വേല സമയം. അപ്പോൾ എല്ലാവരെയും കാണും, വേല കഴിയും, എല്ലാവരും ഡിസ്പേഴ്സ് ആവുന്നത്. അപ്പോൾ എല്ലാ കൊല്ലം സമയത്ത് പോയി എല്ലാവരെയും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ സൗഹൃദം ഇന്നും നിലനിർത്തി പോകുന്നുണ്ട്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഞാനൊരു മൂവി പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മൂവി കുട്ടമ്പളുടെ ശിവരാത്രി. അതിൻ്റെ പ്രൊഡ്യൂസറാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു ഇടയിൽ കൂടിയിട്ട്. അത് എൻ്റെ ഒരു പാഷനായിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഇതുണ്ടായില്ല. അപ്പോൾ അന്ന് നമ്മുടെ ജീൻ മാർക്കോസിനോട് ചോദിച്ചു എന്നെ കൂടി, ചേട്ടാ ഒരു എൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്, നമുക്കൊന്ന് ചെയ്യാമോ ചോദിച്ചോ. ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ ഒരു പാഷൻ ആ സമയത്ത് നമുക്ക് ചെയ്യാമെന്നുള്ളത് ഇറങ്ങിയതാണ്. അതങ്ങനെ വിജയിച്ചു പോയി. ഞാൻ 2 മാസം ഷൂട്ട് ചെയ്ത ഞാൻ 2 മാസം നാട്ടിലായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കൊരു ആ സമയത്ത് മനസ്സിലാഗ്രഹം, എനിക്ക് പഠിക്കണം, ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ട് കൂടെ നിന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അത് മുഴുവൻ ഷൂട്ടിങ് പാലക്കാടാണ്. എന്താണ് സിനിമ, എങ്ങനെയാണ് സിനിമ കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് അതിനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം. ഇതിൽ എനിക്ക് നല്ല പാടവും അല്ലാത്ത പടങ്ങളും ചിലപ്പോൾ തന്നിട്ടുണ്ടാവാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല പടം കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറയുകയും ചെയ്തു, ഞാൻ നമ്മുടെ ജീവിതം നന്നായി കൊണ്ടുപോയിട്ടേ ഉള്ളൂ. അതുമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ പ്രവാസ ജീവിതം ഞാൻ മറക്കില്ല.